സംസ്ഥാന സർക്കാർ അമിതമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് നിരക്ക് പിൻവലിക്കണമെന്നും അഭിഭാഷക ക്ഷേമനിധി 25 ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പുനലൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് അഭിഭാഷകർ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബി അനിൽമോന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെറോം ഉദ്ഘാടനം ചെയ്തു. അന്യായമായ കോർട്ട് ഫീ വർധനയിൽ പ്രതിഷേധം. നീതി ദേവത നീതി തേടുന്നു. തുറക്കൂ സർക്കാരെ. കോർട്ട് ഫീ വർധന പിൻവലിക്കൂ. കോർട്ട് ഫീ വർധന പിൻവലിക്കൂ. പുനലൂർ ബാർ അസോസിയേഷൻ സിന്ദാബാദ്. കത്തി കത്തി കാളട്ടെ. പ്രതിഷേധം കാളട്ടെ. കണ്ണു തുറക്കൂ സർക്കാരെ. നീതി ദേവത തേടുന്നു. കണ്ണു തുറക്കൂ സർക്കാരെ. കോർട്ട് ഫീ വർധന പിൻവലിക്കൂ. ക്ഷേമനിധി 25 ലക്ഷമാക്കി ഉയർത്തൂ. ബാർ അസോസിയേഷൻ സിന്ദാബാദ്. ഞങ്ങൾ 500 ആക്കി എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ 500 ആക്കിയത് 50-ൽ നിന്നാണ് 500 ആക്കിയിരിക്കുന്നത്. 25 രൂപ ആക്കിയപ്പോൾ 2.5 രൂപയിൽ നിന്നാണ് 25 രൂപ ആക്കിയിരിക്കുന്നത്. 2 രൂപയിൽ നിന്നാണ് പ്രതികൾക്ക് അപേക്ഷ കൊടുക്കുന്നതിന് 20 രൂപ ആക്കിയിരിക്കുന്നത്. സാധാരണപ്പെട്ട ആളുകളാണ് ക്രിമിനൽ കോടതികളിൽ പ്രതികളായിട്ട് വരുന്ന ആളുകൾ. അതിൽ കൂടുതലും രാഷ്ട്രീയക്കാരാണ്. ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തനം നടത്തുന്ന അഭിഭാഷകർ, അവരാണ് കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് ഇത് അപേക്ഷ കൊടുക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ആരും വരാറില്ല. എന്നാൽ ഈ രാഷ്ട്രീയം പാർട്ടിയിൽ ഉള്ള ആളുകളാണ് ഈ ഹൈക്ക് കൂട്ടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രതിഷേധമായ ഒരു കാര്യം. തീർച്ചയായിട്ടും ഇതൊരു പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണ്. തത്വദീക്ഷയുമില്ലാതെ ഒരു മാനദണ്ഡവുമില്ലാതെയാണ് ഈ ഫീസ് വർധനവ് എന്നുള്ളത് ഒരു സംശയമില്ല. നമ്മുടെ രാജ്യത്തെ ഏത് പൗരനും ഇന്ത്യ ഭരണഘടന വിശ്വസിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഏതൊരു പൗരനും വിശ്വസിക്കുന്നത് മറ്റെല്ലാം എന്ന പോലെ തന്നെ ന്യായമായ നീതി എല്ലാവർക്കും ലഭിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞേക്കുന്നത് സമത്വം, സാഹോദര്യം, അതുപോലെ തന്നെ നീതി അത് ഉറപ്പാക്കുക എന്നുള്ളത് ഏത് രാജ്യത്തിൻ്റെയും പ്രാഥമികമായ ചുമതലയാണ്. എങ്ങനെയാണ് പാവപ്പെട്ടവനൊരു നീതി ലഭിക്കുന്നത്? അതുപോലെ തന്നെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ അവിടെയും പറഞ്ഞത് എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം രാജ്യം ഒരുക്കണമെന്നുള്ളതാണ്. ഇവിടെ കോടതിയിൽ നീതി തേടി വരുന്നവരൊന്നും വലിയ സമ്പന്നന്മാരല്ല, നീതി നിഷേധിക്കപ്പെടുന്നവരാണ്. അത് ക്രിമിനൽ കാര്യത്തിലായാലും സിവിൽ കാര്യത്തിലായാലും അതുപോലെ സാമൂഹികമായ മറ്റേത് കാര്യത്തിലായാലും നീതി നിഷേധിക്കപ്പെടുന്ന പാവങ്ങളാണ് കോടതിയെ കൂടുതൽ ആശ്രയിക്കുന്നത്. അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ ആ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കാൻ ഏത് ഗവൺമെന്റും ബാധ്യസ്ഥമാണ്. അപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ അഭിഭാഷകരും ഒരുമിച്ചൊരു സമരം നടത്തണമെങ്കിൽ ആ സമരത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീർച്ചയായും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എല്ലാവരും പങ്കെടുക്കുന്ന സമരം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അഭിഭാഷകർ ഒരു സ്വയം തൊഴിലാണ്. പഠിച്ച വിദ്യ പ്രയോഗിച്ച് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച്
ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ നീതിയും ന്യായവും സംരക്ഷിക്കാൻ വേണ്ടി കോടതികളിൽ കക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്ന സ്വയം തൊഴിലാളികളാണ് അഭിഭാഷകർ. ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരു രൂപയും തരുന്നില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് 2 കുട്ടികളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ജീവനാംശത്തിനും അവര് കല്യാണ സമയത്ത് കൊടുത്ത സ്വത്തും പണവും ഒക്കെ തിരിച്ചു കിട്ടാനും ഒരു കേസ് കൊടുത്താൽ 250 മുതൽ 2 ലക്ഷം രൂപ വരെ ഫീസ് ഇപ്പോൾ ഈടാക്കുന്നു. നേരത്തെ അത് വെറും 50 രൂപയാണ്. ഇപ്പൊ ഈ ഏപ്രിൽ 1 മുതൽ എല്ലാ 2 രൂപയുടെ സ്റ്റാമ്പ് 20ഉം 30ഉമായി മാറ്റി. അഭിഭാഷകരായ അഞ്ചൽ സോമൻ, PS ചെറിയാൻ, J ബാഹുലയൻ, L ശ്രീദേവിയമ്മ, L തോമസ്, സേതുമോഹൻ, L രാജേഷ് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് S ഷിബു നന്ദിയും രേഖപ്പെടുത്തി. ചെമ്മന്തൂർ കോടതി സമുച്ചയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷനിലാണ് സമാപിച്ചത്. ധർണയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കുള്ള നിവേദനം പുനലൂർ RDOയ്ക്ക് ഭാരവാഹികൾ കൈമാറി. ഫോക്സ് TV ന്യൂസ് പുനലൂർ.